ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം പറഞ്ഞു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. ഹാലേലൂയ. ദാവീദ് പറയുന്നത്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും. അപ്പം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, ഹാലേലൂയ, ആമേൻ, ആമേൻ, ഹാലേലൂയ. അവനിൽ ജീവൻ ഉണ്ടായത്, ജീവൻ മനുഷ്യർ വെളിച്ചമായിരുന്നു. അവൻ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്ന, ഇരുളോ അതിനെ പിടിച്ചെടുക്കുന്നില്ല. അപ്പം ആദിയിൽ വചനമുണ്ട്, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ, സകലം അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായ, ജീവൻ മനുഷ്യന് വെളിച്ചമായിരുന്നു. ഹാലേലൂയ. എന്താ പറയുന്നത്? ജീവൻ മനുഷ്യന് വെളിച്ചമായിരുന്നു. ഹാലേലൂയ. ഇവിടെ ദാവീദ് പറയും, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. ഹാലേലൂയ. അപ്പം ദാവീദിന് ഹാലേലൂയ, ദാവീദിന്റെ വെളിപ്പാടുകൾ നമ്മൾ എപ്പോഴും പറയും, ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര റെവലേഷനിൽ നിന്നാണ്. നല്ല രാവിലത്തെ വചനത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ വെളിപ്പാടിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴത്തേന്, വെളിപ്പാടിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഭയങ്കര പവറാണ്. അവിടെയാണ് ശരിക്കും ഡെലിവറൻസ് നടക്കുന്നത്. നമ്മുടെ ബുദ്ധിയുടെ പ്രസംഗങ്ങളിൽ മണിക്കൂറുകൾ നമ്മൾ പ്രസംഗിച്ചാലും ചലിക്കാതിരിക്കുന്ന ആത്മമണ്ഡലം വെളിപ്പാടിൽ ഒരു വാക്ക് പറഞ്ഞാൽ ചലിക്കും. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ദാവീദിന്റെ ആട്ടിടയനായ ദാവീദിനെ ദൈവം ഇത്രത്തോളം ഉയർത്താൻ കാരണം, ദാവീദ് എപ്പോഴും വെളിപ്പാടുകളോടുകൂടി ദാവീദിന്റെ സകല പ്രാർത്ഥന, ദാവീദ് വായ തുറന്ന് ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ റെവലേഷനാണ്. പുറത്തു വന്നുകൊണ്ടിരുന്നത്. കാരണം ദാവീദ് എപ്പോഴും നടന്നത് ബൈ സ്പിരിറ്റ് ആണ്. ദാവീദ് പരിശുദ്ധാത്മാവിലാണ് ദാവീദ് ഗൈഡ് ചെയ്യപ്പെട്ട് ദാവീദ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ദാവീദിൽ നിന്ന് പരിശുദ്ധാത്മ വിട്ടുമാറിയ ഒരു അവസരം ഉണ്ടായിരുന്നു. ആ സമയത്ത് ദാവീദിന് തന്നെ കറക്റ്റ് ചെയ്യാൻ ദൈവസന്നിധിയിൽ ദാവീദിന് ക്ഷമ ചോദിക്കാൻ ഒന്നും കഴിഞ്ഞില്ല. ചെയ്ത പാപം പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്ന ദാവീദ്. അവിടെയാണ് ദൈവം അപ്പോൾ നാഥാൻ പ്രവാചകനെ വിടുന്നത്. ആ തെറ്റ് മനസ്സിലായപ്പോ ദാവീദ് നിലവിളിച്ചത്, ആമീൻ, എന്റെ രാജ്യം പോകല്ലേ, കിരീടം പോകല്ലേ എന്നല്ല, എന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് തിരിച്ചെടുക്കല്ലേ. സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പകരണമേ, എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ എന്ന്. അവിടെയാണ് കാരണം ആ പ്രവാചകൻ അത് പറഞ്ഞപ്പോൾ ദാവീദ് രാജാവായിരുന്നു, വേണമെങ്കിൽ കൊന്നു കളയാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ അവിടെ ദാവീദ് ചെയ്ത് അങ്ങനെയല്ല ചെയ്ത്. ദാവീദ് ദൈവസന്നിധിയിൽ പോയി നെടുമ്പാണ് വീണ് നിലവിളിക്കുക ചെയ്തു. അപ്പൊ എന്ന് വെച്ചാൽ ദാവീദിന് ജീവിതത്തിലെ ഏറ്റവും സക്സസ് എന്താ വെച്ചാൽ എപ്പോഴും പരിശുദ്ധാത്മാവിൽ ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം ആ സാന്നിധ്യത്തിൽ ആയിരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മുടെ വെളിച്ചമാകണമെങ്കിൽ, നമ്മൾ നടക്കുന്നിടത്തെല്ലാം പാതയ്ക്ക് പ്രകാശമാകണമെങ്കിൽ, ഇരുട്ട് നമ്മളെ പിടിച്ചടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ആ വെളിപ്പാടിൽ ദൈവത്തിന്റെ വചനത്തിലാണ് ജീവനുള്ളത്. ഇവിടെ പറയാൻ ദൈവം യഹോവ ആണ് വിളിച്ചത്. യഹോവ എന്ന് പറയുന്ന ദൈവം അല്ല, നമ്മുടെ കർത്താവ് തന്നെയാണ് ദൈവം. സാക്ഷാൽ വചനം ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ആ വചനം അത്രത്തോളം ആ വചനത്തിന്റെ വെളിച്ചം ജീവനായിട്ട് വെളിപ്പെട്ടപ്പോഴാണ് ദാവീദിന്റെ ജീവിതത്തിൽ ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന് എല്ലായിടത്തും ആപത്തുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴി എന്തൊക്കെ റോഡിൽ വഴിയിൽ നമ്മൾ പോകുന്നിടത്ത് കിടക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ കയ്യിൽ വെളിച്ചമുണ്ടെങ്കിൽ ഇതിനെയെല്ലാം നമുക്ക് കണ്ട് അതിനെയൊക്കെ ജയിക്കാൻ പറ്റുമെന്നാണ്. ഇരുട്ടിന്റെ മറ പറ്റി ഇപ്പൊ നമ്മൾ നടന്നു പോകുന്നിടത്ത് പട്ടിയോ പാമ്പോ ഒക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ഉപദ്രവിക്കും, നമ്മൾ അടുത്തേക്ക് അല്ലേ. പക്ഷെ ദൂരത്തു നിന്നേ നമുക്കത് കാണാൻ കഴിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒന്നിൽ അല്ലെങ്കിൽ അതിനെ ഓടിക്കും, അല്ലെങ്കിൽ അതിനെ കൊന്നുകളയും, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ജയമെടുക്കാനായിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് വചനത്തിന്റെ വെളിച്ചം നമ്മളിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിനകത്തിരിക്കുന്ന വെളിച്ചം എന്ന് പറയുമ്പോൾ ആ റെവലേഷൻ നമ്മളിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ജീവനുണ്ട്. ആ ജീവനിൽ നിന്ന് വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഇടങ്ങളിൽ എല്ലാം അത് നമുക്ക് പാതയ്ക്ക് പ്രകാശമായി നിൽക്കും.
നമ്മൾ പോകുന്ന വഴിയിൽ എല്ലാം അത് വെളിച്ചമായി നിൽക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് അങ്ങനെ ആ വെളിച്ചം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ വശത്തുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം? ദൈവം അനുകൂലമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ വചനം പ്രമാണിക്കും. ഞാൻ മാത്രമല്ല, ഞാനും പിതാവും നിങ്ങളോടൊപ്പം വന്ന് വാസം ചെയ്യും. ഹല്ലേലൂയ. പുത്രൻ പിതാവും നമ്മളോടൊപ്പം പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളത്തിൽ വന്ന് ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേന് വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മനോഹരമായ അവസ്ഥയാണത്. നമ്മൾ എവിടെ നിൽക്കുന്നുവോ അവിടെ ദൈവം നിൽക്കുന്നതാണ് പറയുന്നത്. അല്ല, ദൈവം ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുകയല്ല ചെയ്തത്. ജാതികൾ പോകുന്ന പോലെ ദൈവം അവിടെ അമ്പലത്തിലും പള്ളിയിലും മറ്റ് പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നിടത്തേക്ക് അങ്ങോട്ട് പോകണം കാണാനായിട്ട്, അല്ലേ? ഹല്ലേലൂയ. അങ്ങോട്ട് പോകണം കാണാനായിട്ട്. പക്ഷെ നമ്മൾ മലയൊക്കെ കയറി കുന്നൊക്കെ കയറി ഹല്ലേലൂയ ആ കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയൊക്കെ വേണം ചെന്നിട്ട് വേണം അവർക്ക് അവരുടെ ദൈവത്തെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ദൈവം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് അവിടെ ദൈവം. നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അഖിലാണ്ടത്തെ ഉടയവനായ നമ്മൾ പറയുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സൃഷ്ടിതാവ്. ഹല്ലേലൂയ. ഈ സൃഷ്ടികൾക്കുള്ളിൽ ഒന്നിലും ഒതുങ്ങാൻ ആഗ്രഹിക്കാത്ത സൃഷ്ടിതാവ് പക്ഷേല് മനുഷ്യനായ നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുകയും വന്ന് വസിക്കുകയും ചെയ്ത ദൈവം. അപ്പൊ ദൈവത്തിന് മനുഷ്യരോടുള്ള നമ്മളോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. പാപം ചെയ്ത് ഇസ്രായേൽ ജനത്തെ തന്നെ എടുത്താൽ മതി. അവർ പാപം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം നിന്ന് വചനം ബൈബിൾ എടുത്തു അത് ശലോമോന് ആലയം ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ പാപം ചെയ്ത് എന്റെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കാതിരുന്ന് കഴിഞ്ഞ് ഞാൻ ചില അനർത്ഥങ്ങളൊക്കെ വരുന്നു. അപ്പോഴും നിങ്ങൾക്ക് ചാൻസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ വിട്ടുതിരിഞ്ഞ് തിരുമോ അന്വേഷിച്ച് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് അതിന് വിടുകയും. നമ്മൾ കാണുന്നുണ്ട് അല്ലെ, പണ്ട് പഴയ ദൈവമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. അവര് പാപം ചെയ്യും, ദൈവം എന്നിട്ട് ഏതെങ്കിലും ജാതികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു അല്ലെങ്കിൽ അവർ വന്ന് ഇവരുടെ നന്മകൾ നശിപ്പിക്കുക, അങ്ങനെ ചെയ്യുക. അങ്ങനെ ആകുന്ന കാലത്ത് ഇവർ നിലവിളിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്ത മൊത്തം അങ്ങനെ ഇവര് ദൈവത്തോട് നിലവിളിക്കും. അതിനിടയിൽ അപ്പൊ ദൈവം ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കും, എന്നിട്ട് അവരെ വിടുവിക്കും, പിന്നെ കുറച്ചുനാൾ മര്യാദക്ക് ജീവിക്കും, പിന്നെ ഇവര് തെറ്റിപ്പോകുന്നു. ഹലിന സ്ഥിരമായിട്ട് ഉപേക്ഷിച്ച് കളയുന്നതായിട്ട് കാണുന്നില്ല ദൈവം. പ്രവാസത്തിലേക്ക് വിട്ടപ്പോ പോലും ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ആമേൻ. അവിടെയൊക്കെ ദൈവത്തിന്റെ സ്നേഹമാണ് കാണിക്കുന്നത്. അതിനിടയിലും ആ പ്രവാസകാലത്തും ദൈവത്തിന്റെ വചനത്തെ വിട്ടുതിരിയാതെ ദൈവത്തെ അനുസരിക്കുന്നവരെല്ലാം ദൈവം അവിടെ ഏറ്റവും നല്ല പൊസിഷൻസിലാണ് ഇരുത്തിയിരുന്നത്. അവർക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവര് അന്യദേശത്ത് പോയിട്ടും അന്യരാജ്യത്ത് പോയിട്ടും അവരായിരുന്നു ഭരണകർത്താക്കൾ. ഹല്ലേലൂയ എന്ന് പറയത്തക്ക രീതിയിലാണ് നടത്തിയിരുന്നത്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഹല്ലേലൂയ അതുപോലെ അതനുസരിച്ച് വചനമനുസരിച്ച് ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് നടക്കുന്ന എവിടെ ചെന്നാലും ഏത് സാഹചര്യത്തിൽ പോയാലും അവന്റെ കൂടെ ദൈവമുണ്ട് എന്ന് തെളിയിക്കുക തന്നെ ചെയ്യും. യോസെഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. ദാനിയലിനെ കുറിച്ച് എഴുതുമ്പോൾ ദാനിയൽ ദൈവത്തോടും ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യനായിരുന്നു. ഇതൊക്കെ പറഞ്ഞത് ഹല്ലേലൂയ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരല്ല പറഞ്ഞത്, ജാതികളായ രാജാക്കന്മാരാണ് ഇതൊക്കെ പറയാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ എസ്തേർ ചെന്ന് നമ്മൾ കാണുന്നത് മൊർദെഖായി എസ്തേറിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൊർദെഖായെ കുറിച്ച് ശത്രുവിന്റെ കുടുംബത്തിലെ ചർച്ചയിൽ ഇത് പറയുകയാണ്, അവൻ യഹൂദനായതുകൊണ്ട് നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇതുപോലെ പറയുന്ന ശത്രു സൈന്യത്തിൽ നിൽക്കുന്നവർ, നമ്മുടെ എതിരാളിയെ നിൽക്കുന്നവർ, നമ്മളോട് പോരാടിക്കുന്ന പൈശാചിക മണ്ഡലം പറയണം, ഹല്ലേലൂയ, അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ദൈവം അവരുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം ശപിക്കാത്തവരെ ഞാൻ എങ്ങനെ ശപിക്കും എന്ന് ചോദിക്കുന്ന പോലെ, ബിലെയാം ചോദിച്ച പോലെ
ദൈവം പറയാത്തത് ഞാൻ എങ്ങനെ പറയും? അല്ലെ, നമ്മളെ കുറിച്ച് ദൈവം പറയാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ, ദൈവം അനുവദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, ഹാലേലിയ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആമേൻ. അപ്പൊ ഇവിടെ പറയുന്ന ദാവീദ്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാണ്, ഞാൻ ആരെ യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹാലേലൂയ. അപ്പൊ നമ്മുടെ ജീവന്റെ ബലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമേൻ, നമ്മുടെ ഡോക്ടർമാര് പറയുന്ന പോലെ, ഹാലേലൂയ, ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന വേരിയേഷൻസ് ഒന്നുമല്ല നമ്മുടെ ജീവന്റെ ബലം. എന്റെ ദൈവം എന്റെ ജീവന്റെ ബലം. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പോയി ഫുൾ പാക്കേജ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയോ ഏതാണ്ടൊക്കെ കൂടുതലകത്ത്. ഹാലേലൂയ. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഈ ടെസ്റ്റ് റിസൾട്ടിൽ ഒന്നുമല്ല നമ്മുടെ കാര്യം ഇരിക്കുന്നത്. ഹാലേലിയ. നമ്മുടെ ജീവന്റെ ബലം നമ്മുടെ ദൈവമാണ്. 27-ാം സങ്കീർത്തനം ഞാൻ വായിക്കുന്നത്. ഹാലേലിയ. നമ്മുടെ ജീവന്റെ ബലം നമ്മുടെ ദൈവമാണ്. നമ്മൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ ഹാലേലിയ. നമ്മുടെ സാറാമസ്റ്റർ എപ്പോഴും പറയുന്നത്, രോഗം വന്ന ഉടനെ സാറാമസ്റ്റർ എടുത്ത് പറയുന്ന ഹാലേലിയ, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അതിക്രമങ്ങൾക്ക് അവൻ കുരിശുമേൽ കയറി അവന്റെ അടിപ്പിണർ എനിക്ക് പൂർണ്ണസൗഖ്യം വന്നുമിരിക്കുന്നു, ഹാലേലിയ എന്നുള്ള വചനം പറയുമ്പോൾ, ഹാലേലിയ, അവിടെ നമ്മുടെ ജീവന്റെ ബലം എന്താ വെച്ചാൽ ആ വചനത്തിന്റെ ജീവൻ. എത്ര തളർന്നിരിക്കുന്ന അവസ്ഥയിൽ, എത്ര ശാരീരികമായിട്ട് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഹാലേലിയ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയായവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അറിയാണ്ട് നമ്മളിലേക്കൊരു ബലം വരെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ പോലും അറിയാതെ ഹാലേലൂയ എത്ര കിടക്കുന്നവരും എഴുന്നേൽക്കാൻ കഴിയുന്ന രീതിയിൽ ആ വചനത്തിന്റെ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ജീവന്റെ ബലം നമ്മുടെ ദൈവമാണ്. ദാവീദ് പറഞ്ഞ പോലെ നമ്മൾ എവിടെ ചെന്ന് നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ ജീവന്റെ ബലം ആരായിരിക്കും? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വചനം ഇങ്ങനെ പൊങ്ങി വരണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. അവിടെ അവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം ദാവീദ് താഴോട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ രണ്ടാമത്തെ വാക്യം, എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവർ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. എന്തുകൊണ്ടാണ് ഇടറി വീഴുന്നത്? നമ്മൾ ജീവന്റെ ബലം ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ നമ്മൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ശത്രുവിന് നമ്മളോട് അടുക്കാൻ പോലും കഴിയത്തില്ല. കാരണം അത് ഇരുട്ടിന്റെ ശക്തികളാണ്. ഇരുട്ടിന്റെ ശക്തികൾക്ക് ഒരിക്കലും വെളിച്ചത്തെ പിടിച്ചെടുക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികൾ വെളിച്ചത്തെ പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. അത് ഇടറി വീഴും. ആമേൻ. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ 2024 തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത മാസം എല്ലാ സഭകളും ഉപവാസ പ്രാർത്ഥനയാണ്, അല്ലെ? ഇപ്പൊ ഒന്നാമത്തെ സൺഡേ ആയിരുന്നു, രണ്ടാം തുടങ്ങി എല്ലാവരും ഉപവാസ പ്രാർത്ഥന വെച്ചു. എല്ലാ സഭകളും, ഓൾമോസ്റ്റ് എല്ലാ സഭകളിലും എല്ലാ വർഷവും നടത്തുന്ന ഉപവാസ പ്രാർത്ഥനകൾ ഓൾമോസ്റ്റ് എല്ലാ സഭകളിലും നടത്തപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയെല്ലാം അവരെന്തിനാണ് ഈ ഉപവാസ പ്രാർത്ഥന വെക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയും 2024 നമ്മൾ നടത്തിയ ദൈവത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, 2025 നമ്മൾ കിടക്കുമ്പോൾ ഹാലേലിയ, നമ്മൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ദൈവത്തോട് കൂടി ഇരുന്ന് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഹാലേലിയ, നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഇരുട്ട് അല്ലെങ്കിൽ നമ്മൾ പാപം അല്ലെങ്കിൽ നമ്മൾ ഹാലേലിയ ഒരു കുറവുകളും ഉണ്ടാകാതെ വണ്ണം നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്, അല്ലേ? ഈ വേറെ ഉപവാസ പ്രാർത്ഥന എപ്പോഴും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അത് ആഗ്രഹിച്ചത്? 2025 നമ്മൾ പുതിയ വർഷത്തിലേക്ക് കയറും, നമ്മൾ ഇരുട്ടും കൊണ്ട് കയറരുത്. അതാണ് അതിന്റെ ഉദ്ദേശം. നമ്മളിൽ ഉണ്ട് നമ്മൾ ചില കാര്യങ്ങൾ, സ്വഭാവങ്ങളും അതും ഇതൊക്കെ ഉണ്ട്, സ്വഭാവ വൈകല്യങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷെ അതിനും കൊണ്ടുകൊണ്ട് നമ്മൾ 25 പ്രവേശിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാ ഇരുട്ട് പോതെച്ചോ? ഹാലേലിയ എപ്പോഴും പറയും, നമ്മൾ ഉപവാസം എന്ന ദൈവത്തോട് കൂടെ വസിക്കുമ്പോൾ, ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ ഹാലേലിയ നമ്മളിൽ ഉള്ള നമ്മുടെ സ്വഭാവങ്ങളൊക്കെ വിട്ട് മാറി ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ഉപവാസ പ്രാർത്ഥനകളൊന്നും അങ്ങനെയല്ല. എല്ലാവരും ഒരു ലിസ്റ്റൊക്കെ ആയിട്ടായിരിക്കും പോയിരിക്കുന്നത്. ഹാലേലിയ. ആ ലിസ്റ്റ് ഉള്ള വെച്ചിട്ട് എടുത്തൊക്കെ മാറ്റണം. ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന ഉപവസിക്കുന്ന എല്ലാവരും ഇട്ടാ ഞാൻ പറയാം, ആ ലിസ്റ്റൊക്കെ എടുത്തങ്ങ് കീറി കളയുക. ലിസ്റ്റ് ഒന്നും കൊണ്ടുകൊണ്ട് പോയിരിക്കുന്നത്. നമ്മളിൽ ഒരു ശുദ്ധീകരണം നടന്നു കഴിഞ്ഞു, നമ്മൾ ഹാലയില് വിട്ടുതിരിയേണ്ട ഹാലയില് അതൊക്കെ മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തനതാനെ സംഭവിച്ചോ.
ഈ ലിസ്റ്റും കൊണ്ട് 21 ദിവസം കുത്തിന്ന് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ഹാലേലൂയ നമ്മളിലൊരു മാറ്റം വന്നിട്ടില്ല എങ്കിലൊരു പ്രയോജനമില്ല. അല്ല, ഏത് ഉപവാസമാകട്ടെ, അത് 1 ദിവസം ആകട്ടെ, 3 ദിവസം ആകട്ടെ, 21 അല്ല 40 ആകട്ടെ, ഹാലേലൂയ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ ഹാലേലൂയ ആമേ നമ്മളുടെ അതായ ഒരു ആവശ്യങ്ങളും വെച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. കർത്താവ് ഒറ്റ പ്രാർത്ഥന, കർത്താവെ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ ഹാലേലൂയ അതെനിക്ക് മാറ്റിത്തരണം. ഉപവാസത്താലും പ്രാർത്ഥനയുമില്ല ഈ ജാതി നീങ്ങിപ്പോകില്ല. ഏത് ജാതി നമ്മൾ ഇരിക്കുന്ന ചില സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ച് പറയുന്നത്, നമ്മൾ ഇരിക്കുന്ന ചില ദുരാത്മശക്തികളെ കുറിച്ച് പറയുന്നത്, നമ്മൾ ഇരിക്കുന്ന ചില ആമയും ചില സ്പിരിറ്റുകളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ സ്വഭാവമായിരിക്കും. ദേഷ്യപ്പെടുന്ന സ്വഭാവം ഒരു ദുരാത്മ സ്പിരിറ്റാ. ഓവറായിട്ട് വിശപ്പ് ദുരാത്മ സ്പിരിറ്റാ. കള്ളം പറയുന്ന ദുരാത്മ സ്പിരിറ്റാ. ഇന്നും കള്ളം പറയുന്ന സ്വഭാവം വിട്ടുതിരിയാൻ വിട്ടുമാറ്റാൻ കഴിയാത്ത അനേകർ നമ്മുടെ ഇടയിലുണ്ട്. ഹാലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉപവസിക്കുന്നത്. ഹാലേലൂയ. അപ്പൊ എന്ന് വെച്ചാൽ ആ ജീവന്റെ വെളിച്ചം നമ്മൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഭയപ്പെടാതെ, അത് മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, ഹാലേലൂയ അന്ധകാര മണ്ഡലമാകട്ടെ, ഈ ലോകത്തിന്റെ നിയമങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ഹാലേലൂയ ഭയപ്പെടാതെ അതിന് നമ്മളെ തൊടാൻ കഴിയാതെ കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ ഹാലേലൂയ പറഞ്ഞു വിജയൻ പാസ്റ്റർ മീറ്റിംഗിൽ ഹാലേലൂയ അത് കേട്ടിട്ടാണ് നമ്മൾ ആ ഒരു മെസ്സേജ് കഴിഞ്ഞിട്ട് പറയുന്നത്. അന്ന് പറഞ്ഞ കണക്ക് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുടെ മാത്രമേ പറഞ്ഞു നിർത്തിയ ദൈവദാസൻ പറഞ്ഞു, ഈ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ വാഴ്ച ഏതാണ്? ഹാലേലൂയ അറിയാവോ? വാഴ്ചയാണ്. കാരണം നമ്മളിപ്പോഴും വചനം പറയും പോരാട്ടമുണ്ട്, ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പോരാടുന്ന നമ്മുടെ എതിര് നിൽക്കുന്ന ശക്തി ഏതാന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പോഴും നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം ചെയ്യുന്ന ആരാന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ പോരാടുന്നത്? ആമേൻ. നമ്മൾ പോരാടും. എന്തുകൊണ്ട് നമുക്കത് കാണാൻ കഴിയാതിരിക്കുന്നത്? നമ്മൾ വെളിച്ചം വ്യാപരിക്കുന്നില്ല. നമ്മൾ വെളിച്ചം വ്യാപരിച്ച ഇരുട്ടിന് നമുക്ക് കാണാൻ കഴിയും. ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്നതിനെ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് സാറാമസ്റ്റർ കേളി സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ എനിക്കെതിരെ ചില കാര്യങ്ങൾ ചില സംഭവങ്ങളൊക്കെ ഇവർക്ക് പ്രാർത്ഥന വെളിപ്പെട്ടു. ഞാൻ ഒരു കാര്യം വെളിപ്പെട്ടാൽ തന്നെ അവന്റെ പകുതി മുക്കാൽ അജണ്ട തീർന്നു. കാരണം ഇരുട്ടിന്റെ ശക്തിയിൽ എപ്പോഴും ഇരുളിന്റെ മറപറ്റി തന്നെയാണ് അവർ ഒളിച്ചിരുന്നിട്ടാണ് നമുക്കെതിരെ പ്രവർത്തിക്കുന്നത്. ഈ ഒളിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടാൽ തന്നെ അവന്റെ പരിപാടി പകുതി മുക്കാലം തീർന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. കാരണം അവന് മറഞ്ഞേ പറ്റത്തുള്ളൂ. അവന് ഇരുട്ടിന്റെ മറപറ്റിയേ പറ്റത്തുള്ളൂ. പിശാചും അവന്റെ സകല ദുർഭൂത മണ്ഡലങ്ങളും നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് ഇരുട്ടിന്റെ മറപറ്റിയിട്ട്. ഇരുളില്ലാതെ അവർക്ക് പറ്റത്തില്ല. അവർ മറിഞ്ഞിരുന്നാ പ്രവർത്തിക്കുന്നത്. നേരെ വന്ന് അവരൊരിക്കലും യുദ്ധം ചെയ്തിരുന്നുള്ളൂ. അപ്പൊ അത് വെളിപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് വെളിച്ചം വ്യാപരിച്ചത് കൊണ്ട് അത് വെളിപ്പെട്ടതാണ്. ആമേൻ. നമുക്ക് ഇപ്പൊ വെളിച്ചത്ത് നിൽക്കുന്നത്, ഇപ്പൊ നമ്മള് പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു പകൽ വെളിച്ചത്തിൽ ഒരു പാമ്പിനെ കണ്ട നമുക്ക് അറിയാല്ലേ, നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മൾ തന്നെ തല്ലിക്കൊല്ലാൻ നോക്കി, ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് നമ്മൾ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ കൊണ്ടെങ്കിൽ കൊല്ലിക്കത് തല്ലിക്കൊല്ലും അല്ലേ? പക്ഷെ ഇരുട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കയറി ചവിട്ടും, ചിലപ്പോൾ അത് കടിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ഇവിടെ ഇത് തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതുപോലെ ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് അതിനെ ജയെടുക്കും. അവനെ കൊന്നുകൊള്ളും. അവന്റെ ആ ശക്തി നമ്മൾ ഇല്ലാതാക്കിക്കളയും. ഇത് തന്നെ നമ്മുടെ പ്രാർത്ഥന നടക്കും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞു വെളിച്ചം വന്നാൽ, വെളിച്ചം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെതിരെ വന്നാലും ഒരു പ്രശ്നമില്ലെന്ന്. അതുകൊണ്ട് പറയുന്നത്, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തന്നെ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. അവരടുക്കുമ്പോൾ തന്നെ ഇടറി വീഴും. കാരണം യഹോവ എൻ്റെ വെളിച്ചം, അതെന്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലൂയ ദൈവം വെളിച്ചമായി, വചനത്തിന് വെളിച്ചം നമ്മൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഹാലേലൂയ നമ്മൾ ആരെയും ഭയപ്പെടാതെ മുൻപോട്ട് പോകാൻ സാധിക്കും.
അപ്പൊ ഈ ദിവസങ്ങളിൽ ഹാലയില് ഞാൻ പറയാം, വചനത്തിന്റെ റെവലേഷൻസിലൂടെ ഹാലയില്, വചനം നമ്മൾ വെളിപ്പാടില്ല, പരിശുദ്ധാത്മാവിൽ ഹാലയില് വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യും, അതിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുകയും ചെയ്ത എത്രയൊക്കെ ശത്രു എത്ര പ്രബലനാന്ന് പറഞ്ഞു നമുക്കെതിരെ എത്രയൊക്കെ പദ്ധതി ഉണ്ടാക്കിയാലും എത്രയൊക്കെ കെട്ടുകൾ കെട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്കത് കാണാൻ കഴിയണം, നമുക്ക് തിരിച്ചറിയാൻ കഴിയണം, നമുക്കതിന് ജയിക്കാൻ കഴിയണം. ഇതാണ് ഹല്ലേലൂയ. അപ്പൊ നമ്മളത് കാണണമെങ്കിൽ നമ്മളിൽ എപ്പോഴും വെളിച്ചം വ്യാപരിക്കണം. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഗലീല ഇരുട്ടിലിരുന്ന പട്ടണത്തിലേക്ക് യേശു കടന്നു ചെന്നപ്പോൾ ആ ഇരുട്ടിലിരുന്ന പട്ടണം വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞേക്കുന്നത്. യേശുവിനെ കണ്ടെന്നല്ല എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളിലൂടെയൊക്കെ ആ വെളിച്ചം വ്യാപരിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് നമ്മളെ മൂടുവാനോ നമ്മളെ തൊടുവാനോ നമ്മളെ ജയിക്കുവാനോ ഇരുട്ടിന് കഴിയില്ല. അപ്പൊ നമ്മളിലേക്ക് ഈ ദിവസങ്ങളിൽ ആ ജീവന്റെ വെളിച്ചം വ്യാപരിക്കട്ടെ. അങ്ങനെ ജയത്തോടു കൂടി മുൻപോട്ട് പോകാൻ തക്കണം സ്വർഗം നമ്മളെല്ലാം സഹായിക്കുമാറട്ടെ. വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.